സ്ട്രോബെറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കി നിങ്ങൾ മുറിച്ച് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ചെറിയൊരു പീസ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് ക്രീമിന് പകരമായിട്ട് ഞാൻ ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്ട്രോബെറിയുടെ ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയൊരു പീസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ആ ഒരു സ്ട്രോബെറിയുടെ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ യെല്ലോ കളർ ഫോണ്ടൻറ്റ് നന്നായിട്ട് പരത്തി എടുത്തിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോണ്ടൻറ്റിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് ഇതിലേക്ക് ചെറിയ ചെറിയ കുഴികളിട്ട് കൊടുക്കാം. നമ്മൾ സ്ട്രോബെറിയുടെ ആ ഒരു ഷേപ്പ് കിട്ടാനും ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ റൈസ് പേപ്പർ വെച്ചിട്ട് ലീഫ് റെഡിയാക്കി എടുക്കാം. അതുപോലെ ഫുഡ് കളർ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഷുഗർ ബോൾസ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഗ്രേപ്സ് നമ്മൾ കഴിക്കാറുണ്ട്, പക്ഷെ നമ്മൾ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ മുറിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രേപ്സ് കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. മടി കാരണം പകുതിയിൽ കളയാമെന്ന് വിചാരിച്ചൊരു കേക്കാണ്. പിന്നെ അവസാനം ക്ഷമയോടുകൂടി ഇത് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണേ. അതിനായിട്ട് ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് എടുത്തിട്ട് ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബോൾ പോലെ ഉരുട്ടിയെടുത്തിട്ട് നീളത്തിനൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മെനക്കേട് പിടിച്ചിട്ടുള്ള ഒരു പരിപാടി. ഒരുപാട് സമയം എടുത്തിട്ടോ ഇതെല്ലാം ഒന്ന് ഉരുട്ടി ഈ ഒരു ചെറിയ ബോളിൻ്റെ ഷേപ്പാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഫുഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേപ്സിൻ്റെ കളറിലെ ഫോണ്ടൻ്റ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. കളർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണേ. ആപ്പിൾ നമ്മൾ മുറിച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ആപ്പിൾ നിങ്ങൾ മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കുമോ? അപ്പോൾ കേക്ക് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ടൊരു ആപ്പിൾ ചെയ്തെടുത്താലോ? അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിൽ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് 2 ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഒരു ആപ്പിളിൻ്റെ ഷേപ്പ് കിട്ടാനാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത്. എന്നിട്ട് മുകളിൽ കൂടി ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫോണ്ടൻ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതലായിട്ട് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് നല്ലത്. പക്ഷെ ഞാൻ വിപ്പിംഗ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ യെല്ലോ കളറിലുള്ള ഫോണ്ടൻ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ലെവൽ ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഇതിൻ്റെ നടുക്കേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കളർ ഇതിലേക്ക് കുറച്ച് ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുക്കൊരു ചോക്ലേറ്റ് സ്റ്റിക്ക് വയ്ക്കാം. ഓറഞ്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതുപോലെ ഓറഞ്ച് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ മുറിച്ച് കഴിക്കാൻ പറ്റുന്ന ഓറഞ്ച് ജെല്ലി നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുത്താലോ? അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അത് നടുക്കുന്ന ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുത്ത് ഇതിൻ്റെ നീരൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ 2 ഓറഞ്ചിൻ്റെ നീരും എടുത്തിട്ടുണ്ട്. അതുപോലെ ഓറഞ്ചിൻ്റെ തോടും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഓറഞ്ച് നീര് ഒഴിച്ചു കൊടുക്കാമേ. ഞാനിത് അരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്ത ഓറഞ്ചിന് മധുരം കുറവായതുകൊണ്ടാണ് പഞ്ചസാര അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്ത് അല്പം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം മിക്സായി തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തോടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഗ്ലാസിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തത്. ഒരു 10-15 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ഇത് മുറിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.